കാസർഗോഡ് സ്പെഷ്യൽ ആയിട്ടുള്ള സേമിയ ബിരിയാണി ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചിന് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. ഇനി ഞാനിതിലേക്ക് റോസ്റ്റഡ് സേമിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രം ഇളക്കി കൊടുത്തിന്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ പറയുകയാണെങ്കിൽ 2 പാക്കറ്റ് പാലാണ് ആവശ്യമുള്ളത്. അപ്പം ഞാനിവിടെ 1 പാക്കറ്റ് പാലും 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, അതേപോലെ തന്നെ 3 കപ്പില്ലേ വെള്ളം. അപ്പോൾ അത്രയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, 2 പാക്കറ്റ് പാല് മാത്രമായിട്ട് എടുത്താൽ മതി. തേങ്ങാപ്പാൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു വലിയൊരു തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് 6 കപ്പ് 1-ാം പാലും 2-ാം പാലും കൂടിയിട്ട് ടോട്ടലായിട്ട് 6 കപ്പ് പാല് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. 2-ാം പാൽ വേവിച്ചെടുക്കുക, ലാസ്റ്റായിട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കുറുകിയിട്ട് വന്നിന്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് കുറുകാനെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 സ്പൂണ് റവ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക, സെറ്റാക്കിയിട്ട് എടുക്കുക. അത്രയും സംഭവം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഉണ്ടാക്കുക.